ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രേഷ്മയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു കുഞ്ഞ് വ്ളോഗ്, അതായത് ഡേ ഇൻ മൈ ലൈഫ് എടുക്കണമെന്ന് പറഞ്ഞൊക്കെ വിചാരിച്ചെടുത്തതാണ്. പക്ഷേ പകുതി വരെ ഉള്ളത് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാനൊരു കുഞ്ഞ് വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ രാവിലെ വെളുപ്പിനെ തന്നെ എണീറ്റിട്ടുണ്ട്, നമ്മുടെ ഡ്യൂട്ടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് നമ്മളുടേതായ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യണമല്ലോ. അതൊക്കെ ഞാൻ ചെയ്ത് തീർത്തിട്ടുണ്ട്. അതൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ എൻ്റെ മുമ്പിലത്തെ കുറച്ച് വീഡിയോസിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ കുറേ ഫേസ് യോഗ ചെയ്യുന്നതും എക്സർസൈസ് ചെയ്യുന്നതും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളെല്ലാം ഞാൻ മുമ്പിലത്തെ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വെറുതെ ഇതിനകത്തിലും കൂടി ചേർത്ത് അത് കുളവാക്കണ്ട. വീഡിയോ ഒന്നാതെ ലെങ്ത് ആണെന്നാണ് പരാതി, ഞാൻ ഒത്തിരി ലാഗാണെന്നുമാണ് പരാതി. അപ്പം പരമാവധി ലെങ്ത് കുറച്ചെടുക്കാൻ ശ്രമിക്കുന്നതാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. അപ്പം രാവിലെ എല്ലാവർക്കും ഉച്ചയ്ക്കത്തേക്ക് കൊണ്ടുപോകാനുള്ള, മോന് പോകണം, അണ്ണന് പോകണം. അപ്പോൾ ഉച്ചയ്ക്കത്തേക്ക് കൊണ്ടുപോകാനുള്ള ചോറാണ് അടുപ്പിലിരിക്കുന്നത്, ചോറിനുള്ള അരി. പിന്നെ 10 മണിക്കത്തേക്ക് അണ്ണന് ചീനി പുഴുങ്ങിയത് മതിയെന്ന് പറഞ്ഞ്. നമ്മുടെ ഇവിടെയൊക്കെ ചീനി എന്നാണ് പറയുന്നത്, കപ്പയ്ക്ക് കേട്ടോ. അങ്ങോട്ട് വടക്കോട്ട് എറണാകുളം അങ്ങോട്ടെല്ലാം കപ്പയെന്നല്ലേ പറയുന്നത്. ഇതൊരു കക്കയിറച്ചി വിളിച്ചുകൊണ്ട് വന്നത്, അതായിരിക്കും നിങ്ങൾ മിക്കവാറും കേട്ട് കാണും. ഇവിടെ റോഡരികാണ് എൻ്റെ വീട്, അപ്പോൾ അതുകൊണ്ട് വണ്ടി പോകുന്നതും എല്ലാം നന്നായിട്ട് കേൾക്കും. അപ്പം നമ്മുടെ കാര്യത്തിലേക്ക് വരാം. അന്നേരം ഞാനിങ്ങനെ ചീനിയൊക്കെ പുഴുങ്ങാൻ അടുപ്പിലേക്ക് അത് അരിഞ്ഞ് കഴുകി അടുപ്പിലേക്ക് വെച്ചിട്ട് ബാക്കി പരിപാടിയിലേക്ക് നമുക്ക് തുടങ്ങാമെന്ന് കരുതി. എന്താണെന്ന് വെച്ചാൽ മീൻ ഇരിപ്പുണ്ടെടാ ഫ്രിഡ്ജിനകത്ത്, ചൂരമീൻ വാങ്ങിച്ചത് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അണ്ണനാണെങ്കിൽ മീൻ വാങ്ങിച്ചുകൊണ്ട് രാത്രി ആയപ്പോഴാണ് മീൻ കൊണ്ടുവന്നത്. അപ്പോൾ അതെനിക്ക് വെട്ടി വെക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ കരുതി കുഞ്ഞു ചൂരമീനാണ്. അപ്പോൾ ഞാൻ കരുതിയെങ്കിൽ അതങ്ങ് രാവിലെ വെളുപ്പിനെ തന്നെ വെട്ടാവുന്നതല്ലേ ഉള്ളൂ, വലിയ പണിയൊന്നും ഇല്ലല്ലോ. അപ്പം രാവിലെ തന്നെ ആ ഒരു ചീനി അടുപ്പിലിരുന്ന് വേവുകയും ചെയ്യും, അരി അടുപ്പിൽ കിടന്ന് വെന്തോളും, നമ്മളതിൻ്റെ മൂട്ടി കയറി ഇരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ മീനൊക്കെ വെട്ടി അത് കറി അടുപ്പിലായി, മീൻതല വറുത്തു. പിന്നെ ചീനി പുഴുങ്ങാൻ വെച്ച് ചീനി അത് നല്ലതുപോലെ വെന്തങ്ങ് ഉടഞ്ഞതിപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് അരപ്പിട്ട് അതങ്ങ് വേവിക്കാം, ഉച്ചക്കത്തേക്ക് ചോറിൻ്റെ കൂടെ കൊടുത്തു വിടാമെന്ന്. പിന്നെ പാർത്തമ്മോന് കൊണ്ടുപോകാനായിട്ട് അവനൊരു തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ 2-3 കാടമുട്ടയും ഒരു സാധാ മുട്ടയും കോഴിമുട്ടയും പുഴുങ്ങി വെച്ച്. ചോറിവിടെ ആയിട്ടുണ്ട്. മീൻകറിയൊക്കെ നമ്മുടെ റെഡിയായി, കൊണ്ടുപോകാനുള്ള മീൻകറി റെഡിയായി. ആ ചൂരമീൻ്റെ തല വറുത്തു, പിന്നെ ചീനി വേവിച്ചു. പാർത്തമ്മോൻ്റെ ബിരിയാണിക്ക് മുട്ട റോസ്റ്റാണ് ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകി വെക്കാണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞ് പിന്നെ നേരം വെളുത്ത് എല്ലാവരും പോയി. അണ്ണനും പോയി. അണ്ണൻ 7 മണിയാകുമ്പോൾ പോവും, പാർത്തമ്മോൻ 7:45 പോവും. അവന് ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞതുകൊണ്ടാണ് അവന് കാപ്പിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞത്. അണ്ണൻ പിന്നെ ചീനി വേവിച്ചതും മീൻകറിയും തൈരും എല്ലാം കൂട്ടി രാവിലെ കഴിച്ചിട്ട് പോയി. 10 മണിക്കത്തേക്കും ഉച്ചക്കത്തേക്കും എല്ലാം കൊണ്ടുപോയി. പിന്നെ എൻ്റെ ജോലിയൊക്കെ അടുക്കളയിലെ ജോലികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒറ്റയ്ക്കാടോ, ബോറടിക്കും നമുക്ക്. പിന്നെ എനിക്ക് കൂട്ടുതാണ്ട് അവിടെ വന്നിരിക്കുന്ന അവളാണ്, ഞങ്ങളുടെ കിങ്ങിണി. ഞാൻ എവിടെ പോയാലും അവൾ എൻ്റെ കൂടെ വരും കേട്ടോ. ഞാനിപ്പോൾ തൂത്ത് വാരുന്നത് നോക്കിയിരിക്കുക എൻ്റെ ചൂലെ പിടിക്കാനായിട്ട്. അവൾ ഭയങ്കര കുറുമ്പിയാണ്. അവളുണ്ടായതിൻ്റെ നേരം പോകുന്നത് അറിയത്തില്ല. അപ്പം ഞാൻ തൂത്തുവാരുന്നിടത്ത് വന്നിരിക്കുക. രാവിലെ മീൻ വെട്ടിയതിൻ്റെ വേസ്റ്റൊക്കെ കൊടുത്തത് കൊണ്ട് വയറൊക്കെ നിറഞ്ഞ് പെരുമ്പാമ്പിനെ വിഴുങ്ങിയൊരവസ്ഥയിലായതുകൊണ്ട് പുള്ളിക്കാരിക്ക് അനങ്ങാൻ വയ്യാതെ എൻ്റെ കൂടെ വന്നിരിക്കുക. പിന്നെ അതൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് വന്ന് ബെഡൊക്കെ ഒന്ന് വൃത്തിയാക്കി. ബെഡ് വൃത്തിയാക്കിയിട്ട് പിന്നെ പാർത്തമ്മോൻ്റെ റൂമിലോട്ട് പോകുമ്പോൾ അവിടെയാണ് അലങ്കോലമായിട്ട് കിടക്കുന്നത്. നമ്മൾ കുഞ്ഞുങ്ങളുടെ റൂം എത്ര വൃത്തിയാക്കിയാലും അവർ വലിച്ചു വാരി എല്ലാം ഇട്ടും അവർക്കൊന്നും അടുക്കി പറക്കി വെക്കാൻ അറിയത്തില്ലല്ലോ. ഇതാണ് പാർത്തമ്മോൻ്റെ റൂം. ഇവിടെ വൃത്തിയാക്കണം. ഞാൻ ഇവിടെ ഇരുന്നാണ് വീഡിയോസ് കൂടുതലും ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് പോലും ഞാൻ അവൻ്റെ റൂമിലിരുന്ന, കാരണം ഇവിടെ ഒരു പ്രത്യേക ഒരു വൈബാണ്. അത് തന്നെയല്ല, നല്ല വെട്ടമാണ്. ഞങ്ങളുടെ റൂമിലും നല്ല വെട്ടമുണ്ട്, പക്ഷേ എങ്കിലും ഈ റൂമിൽ ഒന്നും കൂടി നല്ല വെട്ടമാണ്. ഞാനിവിടെ ഒരു ജനലിൻ്റെ അടുത്തിരുന്നാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നല്ല രീതി ക്ലിയറായിട്ട് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വന്ന് വീഡിയോ ചെയ്യുന്നത്. അതന്നെയല്ല, വോയിസ് ഓവർ കൊടുക്കാനും ഒക്കെ നല്ലൊരു അടിപൊളിയാണ്. അപ്പോൾ ഞാനിങ്ങനെ ജനലൊക്കെ തുറന്നിട്ടപ്പോൾ റോഡിൽ കൂടെ പോയ കൊച്ചിനോട് കാര്യമൊക്കെ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തോട്ടിറങ്ങി പാത്രമൊക്കെ തേച്ച് 2 കലം തേച്ച് മെഴുക്കാനുണ്ടായിരുന്നല്ലോ. ബാക്കിയുള്ളതെല്ലാം നമ്മുടെ പെരയ്ക്കകത്ത് വെച്ച് തന്നെ കഴുകിയായിരുന്നു. പിന്നെ അതിന് ശേഷം പിന്നെ അലക്കാണ്, തുണി കഴുകക്കം. നമുക്കിവിടെ വാഷിംഗ് മെഷീൻ ഇല്ല. വാഷിംഗ് മെഷീൻ ഞാൻ തന്നെയാണ്. അണ്ണനോട് വാഷിംഗ് മെഷീൻ മേടിക്കാൻ പറയുമ്പം പുള്ളി പറയുന്നത് 12 വർഷത്തിന് മുമ്പേ ഞാനൊരു വാഷിംഗ് മെഷീൻ വാങ്ങിച്ചായിരുന്നു, എനിക്ക് ആ വാഷിംഗ് മെഷീൻ മതി, വേറെ വാഷിംഗ് മെഷീൻ എനിക്ക് വേണ്ട എന്നാണ് പറയുന്നത്. എന്നെ ഉദ്ദേശിച്ചാണ് പറയുന്നത്, എൻ്റെ ബാത്റൂം. ഒരു വൈഫിൻ്റെ ധീരരോധനമാണിത് കേട്ടോ.
അങ്ങനെ അപ്പോൾ പാത്രം നമ്മളങ്ങനെ കഴുകുകയും തുണി കഴുകുകയും ഒക്കെ കഴിഞ്ഞ് ഞാൻ അകത്ത് കയറി. നല്ല വെയിലാണല്ലോ, എനിക്ക് കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. നമുക്ക് അത്ര വലിയ ചാനലൊന്നും അല്ല, നമുക്ക് കുഞ്ഞ് ചാനലാണെങ്കിൽ നമുക്ക് നമ്മുടേതായ വീഡിയോസ് ഇല്ലേ, അതൊക്കെ എഡിറ്റ് ചെയ്തിടണമായിരുന്നു. പിന്നെ എനിക്കൊരു പാക്ക് തലയിൽ ഇടാനുണ്ടായിരുന്നു. ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന പാക്കാണ് കേട്ടോ. ഇതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടു കാണും, ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, മുടി നല്ല സൂപ്പറായിട്ട് വളർന്നു വരും. പിന്നെ അതിനുശേഷം പാർത്തമ്മ വരാറായി, അവന് കഴിക്കാനുള്ള സ്നാക്സ് ഉണ്ടാക്കി 3 മണിക്കത്തേക്കുള്ള. അത്രയേ ഉള്ളൂ. പിന്നെ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞ് ലൈക്ക് തരിക. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റാ, താങ്ക് യു.